ഞാനിപ്പോൾ ഇവിടെ വന്നത് എൻ്റെ പറമ്പാണ് കേട്ടോ. അത് ഞാനിത്തിരി ചെമ്മീൻ പുളി പൊട്ടിക്കാനാണ്. ഇത് എൻ്റെ ചെമ്മീൻ പുളിയാണിത്. കണ്ടോ, ഭയങ്കര വലുതായിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് ഗ്രാമ്പൂ. ഇതാണ് ഗ്രാമ്പൂവിൻ്റെ, രണ്ടും കൂടി അടുപ്പിച്ചടുപ്പിച്ചാണ് നിൽക്കുന്നത്. ഇതാണ് ഗ്രാമ്പൂവിൻ്റെ മരം. എൻ്റെ അടിയിലൊക്കെ ഉറുമ്പൊക്കെ വന്നിട്ടുണ്ട്. ചെതൽ വന്ന് പോകുമോയെന്നറിയില്ല. നമുക്കിതേ ഇത്തിരി ചെമ്മീൻ പുളി പൊട്ടിക്കാം. ഉണക്കമീൻ വെക്കാനാട്ടോ. അധികമൊന്നും വേണ്ട, കുറച്ച് മതി. പോയി താഴെപ്പോലെ ഇത്രയും മതി ഇപ്പോൾ തൽക്കാലം. മതി കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ടായി വരുന്നുണ്ട്, കണ്ടില്ലേ? താഴെയൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. മുകളിലേക്ക് അത്രയില്ല. പടർന്ന് പന്തലിച്ച് അങ്ങനെ വലുതായി നിൽക്കുകയാണ്. പിന്നെ ഇതേ കപ്പ ഇട്ടിട്ടുണ്ട്. ആ മതിൽ കാണുന്ന വരെയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ചേട്ടൻ്റെ വീടാണ്. ചേട്ടൻ്റെ മോനാണ് വീട് വെച്ചേക്കുന്നത്. ചേട്ടൻ വെച്ച് പോയി. പിന്നെ ഇതാ കപ്പ ഞങ്ങൾ കുറച്ച് ഇട്ടിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ. കുറച്ച് മഞ്ഞൾ അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ അട ഉണ്ടാക്കണ ഇല കാണിച്ചു തരാം. ഇതാണ് നമ്മൾ അട ഉണ്ടാക്കണ ഇല കേട്ടോ. ഇതാണ് ഇടന ഇല. ഇതിലാണ് അട ചുട്ടാൽ നല്ല ടേസ്റ്റായി. വെട്ടിക്കളഞ്ഞതാണ്. കാടായിട്ട് മുകളിലേക്ക് പോയാൽ നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് വെട്ടിക്കളഞ്ഞതാണ്. ഇനി വലുതായി വരും. ഇതിൻ്റെ ഇവിടെ ഒരു ജാതി അല്ല, ജാതി നിൽക്കുന്നുണ്ട്. അവിടെ ഒരു ജാതി നിൽക്കുന്നുണ്ട്. പിന്നെ മുൻവശത്താണ് പട്ടമരം നമ്മുടെ മുൻവശത്താണ് കേട്ടോ. പിന്നെ ഇത് ചാമ്പയാണ്, വെള്ളച്ചാമ്പ. ഇത് വെള്ളച്ചാമ്പയാണ്. വലിയൊരു തേക്ക് മരം നിൽക്കുന്നുണ്ട്, കണ്ടോ? എത്രയുണ്ട് ലെങ്ത്ത്, വിത്തൊക്കെ എത്രയുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ തരാം, ഞാൻ നമ്പർ തരാം, വേണമെന്ന് പറയുകയാണെങ്കിൽ കേട്ടോ. തേക്കുമരം ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരുവിധം നല്ല തടിയാണ്. ആലുവയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നാൽ നിങ്ങൾക്ക് മരം അറുത്തുകൊണ്ട് പോവാം. ഉണക്കമീൻ മുളക് പരട്ടി വെച്ചിട്ടുണ്ട്. ഇത് വറുക്കാൻ വെച്ചതാട്ടോ. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഞാൻ വെക്കാനായിട്ട് ഇത്തിരി ചെമ്മീൻ പുളി ഇട്ട് വെക്കാൻ ചേട്ടന് ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ കുറച്ച് കൂട്ടും. അപ്പോൾ അതിൽ ഞാനിത് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. കാരണം ഉണക്കമീനായാലും ഉപ്പ് ഉണ്ടാവുന്നാലും ഇതിൽ വെക്കാനുള്ള ഇതിൽ എന്തായാലും ചേർക്കണം. കുറച്ച് തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചേർക്കും കേട്ടോ. പിന്നെ ഇത് വറക്കണേലും ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല, അതിന് നല്ല ഉപ്പുണ്ട്. ഞാനൊരു ന്യൂസ് പേപ്പർ ഇട്ടിട്ട് ഇത്തിരി അരി തിളച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വെള്ളത്തിൽ ഒഴിച്ചിട്ടാണ് വെച്ചത്. കുറേ നേരമായി. രാവിലെ തന്നെ എഴുന്നേറ്റപ്പോൾ തന്നെ 6 മണിക്ക് വെച്ചതാണ്. അപ്പോൾ ഇത്രയും നേരമായില്ലേ. അപ്പോൾ ഇത് വറക്കാൻ, ഇത് കറി വയ്ക്കാൻ ഞാൻ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് മിക്സിയിൽ. ഇതാ തേങ്ങ ഇതിൽ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ മാത്രമേ ഉള്ളൂ ഇതിൽ കുറച്ച് ഉള്ളി ചതച്ചതും പച്ചമുളകും ചേർത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് കാന്താരിയാണ്. ഇതാ കാന്താരി എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. മറ്റേ മുളകും ഉണ്ട്. ഒരു 4-5 മുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട് ആവശ്യത്തിന്. ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. നല്ല കറക്റ്റ് പാകമാണ്. ഉപ്പ് ഞാൻ രണ്ടാമത് കുറച്ചും കൂടി ഇട്ടു കേട്ടോ. നല്ല പാകമാണ് കേട്ടോ. ഇതിൽ ഇടേണ്ട ആവശ്യമില്ല, ഇതിലുപ്പുണ്ടാവും. അടിപൊളി ടേസ്റ്റ്. ഒരു പറ ചോറുണ്ണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.